ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് അമ്പനാട് ഹിൽസിലേക്കാണ്. ഇപ്പോൾ തെന്മലയിൽ നിന്ന് ആര്യങ്കാവ് പോകുന്ന റോഡിൽ ഇത് കഴുത്തുരുത്തി എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ഈ ജംഗ്ഷനിൽ നിന്നാണ് നമ്മൾ ലെഫ്റ്റ് എടുക്കേണ്ടത്. ഒരു റെയിൽവേ അണ്ടർപാസ് വഴിയാണ് നമ്മൾ അമ്പനാട് ഹിൽസിലോട്ടും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മാമ്പഴത്തറ അങ്ങനത്തെ സ്ഥലങ്ങളിലോട്ടൊക്കെ പോകാൻ ഈ വഴിയാണ്. കഴുത്തുരുത്തി റെയിൽവേ സ്റ്റേഷൻ കാണാൻ പറ്റും. ഇതാണ് ഒരു ചെറിയ ജംഗ്ഷൻ കേട്ടോ, കഴുത്തുരുത്തി ജംഗ്ഷൻ എന്ന് പറയുന്നത്. വരുന്ന വഴിക്ക് ഫുഡൊക്കെ വാങ്ങിച്ചിട്ടാണ് വന്നത് അല്ലേ, ഒരു ചെറിയ ബിരിയാണിയൊക്കെ വാങ്ങിച്ചിട്ടേ നമുക്ക് അമ്പനാട്, അതെ, കുളത്തുപുഴ നിന്ന് മേടിച്ചിട്ട് നമ്മൾ അമ്പനാട് ഹിൽസിൻ്റെ മേളിൽ ചെന്ന് ഇത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന എസ്റ്റേറ്റ് വഴിയൊക്കെയാണ്. അപ്പം നേരത്തെ ഫുഡൊക്കെ നേരത്തെ മേടിച്ചുകൊണ്ട് വരണം. ഇവിടെയും കിട്ടും, ഇവിടെയും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡൊക്കെ കിട്ടും. പക്ഷെ നമുക്ക് സ്ഥിരമായിട്ട് കഴിക്കുന്നൊരു സ്ഥലമുണ്ട്, അവിടെ നിന്ന് നമ്മൾ പാർസലൊക്കെ മേടിച്ചുകൊണ്ടാണ് വൈബ് ആസ്വദിച്ച് ബിരിയാണി കഴിക്കാം എന്നാണ് ഇന്നത്തെ പ്ലാന്. അതുപോലെ തന്നെ ഇന്ന് നല്ല മഴയുള്ള ദിവസമാണ്. ഇപ്പോൾ ഉച്ചയായി, ഇപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഇപ്പോൾ പള്ളിയിൽ പോയിട്ട് ഇറങ്ങിയതേ ഉള്ളൂ. മഴയും കൂടെ വന്നു കഴിഞ്ഞ് കോടയും കൂടെ മൂടിക്കഴിഞ്ഞാൽ നമുക്ക് യഥാർത്ഥത്തിലുള്ള നമ്മുടെ ഈ അമ്പനാട് ഹിൽസിൻ്റെ ഭംഗി കിട്ടുള്ളൂ. വഴി കുറച്ച് മോശമാണ് കേട്ടോ, കുറച്ച് വഴിയൊക്കെ അല്പം മോശമാണ്, പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. അതെ അതെ അതെ, ഇത് ഫുൾ എസ്റ്റേറ്റ് ആണ് കേട്ടോ, ഫുൾ റബ്ബർ മരങ്ങളും. ഇടയ്ക്ക് മറ്റേ കൊക്കോ മരം ഉണ്ടല്ലോ, നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന കൊക്കോ, ആ കൊക്കോ മരങ്ങളൊക്കെ ഇടയ്ക്ക് അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇതിപ്പോൾ ഫുൾ റബ്ബറായി. ഇത് ഹാരിസൺ മലയാളത്തിന്റെ ആണെന്നാണ് എൻ്റെ ഒരു അറിവ്. ബോർഡ് ഉണ്ടായിരുന്നു, ഹാരിസന്റെ ആണെന്നല്ലേ. അത് ഇങ്ങനെ ഇവിടെ താമസിക്കുന്ന ആൾക്കാരുടെ ലയങ്ങളൊക്കെയാണ് കേട്ടോ. അടിപൊളിയല്ലേ, നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമാണ്, നല്ല ഭംഗി. അതെ, പ്രത്യേകിച്ച് നമ്മൾ ഇതിപ്പോൾ ഒരു വീക്ക് ഡേ ആണ്, ഇന്ന് ഫ്രൈഡേ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സമാധാന അന്തരീക്ഷമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിവിടെ കണ്ട ഗ്രില്ലിട്ടിരിക്കുന്ന കണ്ടാ, ആനയൊന്നും കയറാതിരിക്കാനായിരിക്കും. ആനയൊക്കെ കാണും. പിന്നെ ആന എന്തായിരുന്നാലും നമ്മുടെ മാമ്പഴത്തറ എന്തായാലും ആന ഉണ്ട്, അത് ഉറപ്പാണ്. അപ്പൊ ആന അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാം. ഇലക്ട്രിക് ഫെൻസിങ് ആണ് കേട്ടോ, കംപ്ലീറ്റ് ഇലക്ട്രിക്. ഹാരിസൺ മലയാളം ലിമിറ്റഡ്. ആ ട്രാക്ടർ പോണോ ഈ ജംഗ്ഷൻ കിട്ടില്ല അല്ലേ, സിനിമയിലേക്കാണ്. ലെഫ്റ്റ് പോകുന്നതാണ് മാമ്പഴത്തറ, വലത്തോട്ട് പോകുന്നതാണ് അമ്പനാട് ഹിൽസ്. ഇതാണ് ആ മെയിൻ ജംഗ്ഷൻ. അപ്പോൾ നമുക്ക് അമ്പനാട് ഹിൽസിലേക്ക് പോവാം. ക്ലബ്ബാ, ഓ മറ്റേ യൂത്തിന്റെ ക്ലബ്ബ് അല്ലേ, അതുള്ള. ഓ ഇതാണ് നമ്മൾ നേരത്തെ കണ്ടല്ലോ, ഇതാണ് ഒറിജിനൽ ലയങ്ങൾ. സമാധാനമായ ജീവിതം, സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫിൽ നിന്ന് നിങ്ങൾക്ക് ഒന്ന് സമാധാനം വരണമെങ്കിൽ, സമാധാനം കിട്ടണമെങ്കിൽ വൺ ഡേ ഉണ്ട് നമുക്ക് ട്രിവാൻഡ്രത്തിൽ നിന്ന് അമ്പനാട് വന്നിട്ട് പോവാം അല്ലേ. അതാണ് ഒരു സമാധാനം, മൊത്തത്തിൽ സമാധാനം അല്ലേ, വേറെ ഒന്നുമില്ല. സ്ലോ പേസ് ലൈഫ്, തടാകം, മഹാമോശ റോഡല്ലേ, അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. എല്ലാം ഒരു ആംബിയൻസിൽ ഇരിക്കുകയാണ്, എല്ലാം ഒരു ആംബിയൻസിൽ. സ്കൂള്, പള്ളി, ക്ലബ്ബ്, വീട്, പിന്നെ ഇപ്പൊ കണ്ട പാർട്ടികളുടെ സംഭവം, കൊടിമരം. ചർച്ചിന്റെ ഫ്രണ്ടിലെത്തി കേട്ടോ, മൗണ്ട് കാർമൽ ചർച്ച്. എനിക്ക് ചർച്ചിന്റെയും പള്ളിയുടെയൊക്കെ സൈസ് കണ്ടിട്ട് ആൾക്കാർ ഒരുപാട് പേര് ഇതിൻ്റെ അകത്ത് താമസിക്കുന്നുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. കാരണം ഇത്രയും വലിയ പള്ളിയൊക്കെ വരണമെങ്കിൽ അത്രയും ആൾക്കാരും ആ കോൺട്രിബ്യൂഷനൊക്കെ വേണ്ടേ. ഇത് മോഡൽ ചർച്ച്, ആ ചർച്ചിന്റെ സ്കൂളുണ്ട് കേട്ടോ. അടിപൊളി, കാഴ്ചല്ലേ, അയ്യോ അടിപൊളി കേട്ടോ, ഒരു രക്ഷയില്ല. അതൊക്കെ പൈനാപ്പിൾ നട്ടിരിക്കുന്ന കിട്ടില്ല, രക്ഷയില്ല. പൈനാപ്പിൾ നട്ടിരിക്കുന്നുണ്ടാ, ഈ റബ്ബർ കുറച്ചാൾ കഴിയുമ്പോൾ വെട്ടിയിട്ട് പൈനാപ്പിൾ നടും, എന്നിട്ടാണ് പിന്നെ അടുത്ത റബ്ബർ വീണ്ടും നടുന്നത്. നല്ല മയില് ശബ്ദം. അയ്യോ എന്തൊരു സമാധാനം, സ്ട്രെസ്ഫുൾ ലൈഫിന് റിലീഫ് ആയിട്ട് പറ്റിയ സ്ഥലം. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് കേട്ടോ. നമ്മൾ മാമ്പഴത്തറ പോയിട്ടുണ്ടെങ്കിലും അമ്പനാട് ഹിൽസ് ഇതുവരെ വന്നിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. അടിപൊളി. ബിരിയാണി എന്തായിരിക്കും, എന്തായി കാണും. ബിരിയാണി നമ്മൾ മേളിൽ കൊണ്ട് വെച്ചിട്ട് ടേസ്റ്റ് ചെയ്യും. ഇത് കുറച്ചുകൂടെ വലിയ സെറ്റിൽമെന്റ് കേട്ടോ. ഇതിന്റെ അകത്ത് ഇത്രയും വലിയ ലയങ്ങളുണ്ട്, ശരിക്കും ആൾക്കാരുണ്ട്, ഒരുപാട് ആൾക്കാര്. ഒരു അമ്മൂമ്മേരെ കട, ഒന്ന് കാളയാണ് അല്ല പശു. ഒരു കൊമ്പ് കണ്ടിട്ട് അത്ര പന്തിയുടെ അങ്ങോട്ടൊക്കെ ഉണ്ട്. അടിപൊളി സ്ഥലം. CPA സ്മൃതി മണ്ഡപം. ഇവിടെ CPI ഒക്കെ ആരാണ് കൂടുതലുള്ളത്?
കേട്ടോ. ശില്പിയുടെ ഒരുപാട് പരിപാടി, 2-3 മണ്ഡപം കണ്ട്. നമ്മള് മാമ്പഴത്തറ ഭാഗത്തും പോയിട്ടുണ്ട്, ഈ ലയത്തിന്റെ പല സ്ഥലങ്ങളിലും പോയി, അല്ല ഈ എസ്റ്റേറ്റിന്റെ പല സ്ഥലങ്ങളിലൂടെ പോയിട്ടുണ്ട്. ഈ ഒരു സെറ്റിൽമെന്റ് ഏരിയയാണ് ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലുത്. വന്ന വഴിയിലും നമ്മളെ കണ്ട സ്ഥലങ്ങളിലൊക്കെ മാമ്പഴത്തറയും കമ്പയർ ചെയ്ത് നോക്കിയാൽ ഇതാണ് ഏറ്റവും വലുത്. നോക്കുമ്പോ എന്ത് സ്ഥലമല്ലേ, അകത്തൂടെ പറ്റി വെള്ളം പോണേണ്, ചെറിയൊരു അരുവി. വെള്ളം ഇല്ല അതില്, ചവറൊക്കെ വന്നു കിടങ്ങാട്ട് ഇഷ്ടം പോലെ. നല്ല രസമുണ്ട്, പക്ഷേ ആ ചവറ വാരിട്ടിരിക്കുന്നു. പാലം കണ്ട ചെറിയ പയ്യ. ഓ താങ്ങോ ഒരമ്പലം. ഇത് തമിഴ് കേരള ഫ്യൂഷൻ അമ്പലം. ഇവിടെ കണ്ട അമ്പലത്തിന്റെ ആണ് സ്റ്റേജ്. പഴയ കാട്ടിനകത്ത് മഞ്ഞും കോട പഴയ ചെണ്ടമേള നടന്നുണ്ടെങ്കിൽ ആന വരും സൈഡിലേക്കൊക്കെ. അങ്ങനെ വരെയൊന്നുമില്ല. പശുവിന്റെ നിര ഫോറസ്റ്റ് ആണ് കേട്ടാ. ഫോറസ്റ്റിന്റെ മറ്റേ ഇതുണ്ടല്ലോ കല്ല്, അത് കണ്ടായിരുന്നു 2-3 സ്ഥലത്ത്. അതാണ്, അത് കാടാണ്, കല്ലിട്ടിരിക്കുന്നത്. ഈ സൈഡ് ബാക്കൊക്കെ നോക്കി നോക്ക്. അപ്പൊ നമ്മളിപ്പോ എവിടെ നിക്കണം നോക്കി നോക്ക്. നമ്മള് നിക്കുന്ന ബസ് ഇങ്ങോട്ട് കാണിച്ചാണ് കേട്ടോ, ബാക്കിലോട്ട് അടിച്ചാണ്. നോക്ക്, സൂപ്പർ അല്ലേ. സൂപ്പർ അല്ലേ. ഫോറസ്റ്റ് ആണ് കേട്ടോ, ഫോറസ്റ്റിന്റെ കല്ല് കിടക്കണ. ഇതാണ് യഥാർത്ഥ വഴി. ഇതാണ് യഥാർത്ഥ വഴി എന്ന് എനിക്ക് തോന്നുന്നു. പോയോക്കാം. ഇങ്ങനെ പറയണേ, ഇത് വഴിയല്ലെങ്കിൽ അവര് പറയും തിരിച്ചു പോവാൻ. ആര് പറയും? ആരെങ്കിലും പറയാൻ വേണ്ടേ? പേടിയാണ്. അമ്പോ ഇവിടെയാണെങ്കിൽ റേഞ്ചും ഇല്ല, അതാണ് പ്രശ്നം. എന്താ കല്ലൊക്കെ ഇളകി കിടക്കുന്നു, മരങ്ങളൊക്കെ കടപുഴകി വീഴുന്നിരിക്കുന്നു കേട്ടോ. മഴ പെയ്യുമ്പോഴത്തേക്കും സൂക്ഷിച്ചാൽ മതി. മഴ വീണ സമയത്ത് ആനയുടെ ഇഷ്ട ഭക്ഷണമാണ് അത്. ഈറ്റ ബെസ്റ്റ്, വായി ചെന്ന് നിന്ന പോലെ ഉണ്ട് അല്ലേ. ചെറുതായിട്ട് പേടിയാ വന്നിട്ട് കേട്ടോ. പേടിക്കാറൊന്നുമില്ല, ഇനി പേടിച്ചിട്ട് കാര്യമില്ല. ഇന്നായി കഴിഞ്ഞ ഭയങ്കര ത്രില്ല. നമ്മളിപ്പോ ഇന്നായി കഴിഞ്ഞു, ഇനി ഒന്നും ചെയ്യാൻ പറ്റൂല. അതാണ് ആയർപുള്ളിയെ കുറെ നേരമായിട്ട് കാണാനില്ല കേട്ടോ. ആൾക്കാരൊക്കെ ആ പറഞ്ഞ വഴി ലയത്തിന്റെ അവിടെയൊക്കെ ആൾക്കാരുണ്ടായിരുന്നു, പിന്നെ അതിനുശേഷം ആൾക്കാർ ഓരോരുത്തരായിട്ട് കൊഴിഞ്ഞു പോണ്. ഇപ്പൊ നമ്മള് മാത്രമായി. ഓ അടിപൊളി വ്യൂ അല്ലേ. സത്യം പറയല്ല, പൊന്മുടിയുടെ അതേ വൈബല്ലേ. ആളുണ്ട്. നമ്മളങ്ങനെ തേയിലത്തോട്ടങ്ങളുടെ അടുത്തെത്തി. നമുക്ക് തേയില ഫസ്റ്റ് വ്യൂ ഓഫ് തേയിലത്തോട്ടം. അതാണ്, അത് മാത്രമല്ല ഇവിടെ തേയിലൊക്കെ ശരിയാക്കാൻ ആൾക്കാർ വന്നിട്ടുണ്ടല്ലോ. ഇവിടെ ആള് വരുന്ന ആ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇല്ലേ, ഒരു നമ്മൾ ഇടയ്ക്ക് കണ്ടില്ലേ, അത് മാത്രമാണ് കാട്. ഇതൊക്കെ ആൾക്കാർ തേയില പ്ലാന്റേഷൻ ഒക്കെയാണ്. അടിപൊളിയല്ലേ, സൂപ്പർ. ക്യാമറയിൽ കിട്ടുന്നതിനെക്കാട്ടി 10 ഇരട്ടിയാണ് വ്യൂ. ക്യാമറ കിട്ടുന്നതിനേക്കാൾ നല്ല രസം. അരുവി എന്തായിരുന്നു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം പോകാൻ വേണ്ടിയിട്ട് അവർ എന്തൊക്കെയോ ചെയ്തു വെച്ചിട്ടുണ്ട്. പാലങ്ങളുണ്ട്. ഇപ്പൊ ഫുൾ ഡ്രൈ സീസൺ ആണ്. പൊന്മുടിയുടെ അതേ വൈബ്. നമ്മള് പണ്ടൊക്കെ പൊക്കോണ്ടിരുന്ന പൊന്മുടി ഉണ്ട്. അതായത് ഇപ്പൊ ടൂറിസം ഒക്കെ വന്ന് കുറച്ച് നല്ല വികസിച്ചല്ലേ, ക്രൗഡഡ് ആയി, കുറെ ഇതൊക്കെ ആയില്ലേ. പണ്ട് പൊന്മുടിയിലെ റോഡൊക്കെ ഇങ്ങനെയാണ് ഇരുന്നത്. അതേപോലെ കോളേജിലൊക്കെ പഠിക്കുന്ന, കോളേജ് പഠിക്കുന്ന സമയങ്ങളിൽ മുമ്പേ. അതെ, പാറ എന്തോ ഒരു കറുത്ത എന്തൊരു സാധനം വന്ന് നിൽക്കും പോലെ. അല്ല, നമ്മളിങ്ങനെ താഴെ നോക്കി വണ്ടി ഇവിടെ നിൽക്കുക, ഒന്നത് കുഴിയൊക്കെ, അത് നോക്കി 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 വണ്ടി പെട്ടെന്ന് അങ്ങോട്ട് നോക്കിയപ്പോ ഇങ്ങനെ പുക പോലെ. മറ്റേ ആട് 3 സിനിമ ഉണ്ടല്ലോ, ആട് 3 സിനിമയിൽ മറ്റേ അവൻ ആട് 3 സിനിമയിൽ ഇങ്ങനെ പൂജ ഒരു മന്ത്രവാദിയുടെ അടുത്ത് പോണ ഒരു സീനുണ്ട്. ആ സ്ഥലം പോലെ ഇരുന്നത്.
നമ്മൾ അമ്പനാട് ഹിൽസിന്റെ ടോപ്പിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഒരു സത്യവാങ്മൂലമൊക്കെ എഴുതി വാങ്ങിപ്പിച്ച് 2 ടിക്കറ്റ് എടുത്തു. ഒരു ടിക്കറ്റ് 100 രൂപ, അങ്ങനെ 2 ടിക്കറ്റ്. പിന്നെ ഒരു സത്യവാങ്മൂലം എഴുതി വാങ്ങിച്ചിട്ട് രക്ഷ നമ്മളായിരിക്കും മെയിൻ. ഇതിൽ പ്രശ്നം എന്താണെന്നറിയാമോ? ഇങ്ങ പാറ് ഫ്യൂവല് 34 കിലോമീറ്റർ ആണ്. നോക്കാം കാണാം. പിന്നെ ഇനി ഇവിടെ നിന്ന് റൈറ്റിലോട്ടാണ് പോണത്. ചേട്ടാ വ്യൂ പോയിന്റിലോട്ട് എത്ര ദൂരം പോണം? ആ അത് വരാം. ശരി. നല്ല മഴ. ബിരിയാണി അമ്മ ഒരു പക്ക ഹിൽ സ്റ്റേഷനിലൊക്കെ എത്തിയോല്ലോ അല്ലേ? ഇതിന്റെ ഞാൻ മാമ്പഴത്തറ ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല. അമ്പനാട് ഹിൽസ് മാമ്പഴത്തറ പോലെയാണെന്ന് വിചാരിച്ചു. മാമ്പഴത്തറ മെയിൻ ആയിട്ട് ഒരു വ്യൂ അല്ലേ ഉള്ളൂ, വലിയ ഇതുപോലെ ഇല്ല. പക്ഷെ ഇതൊരു ഡെസ്റ്റിനേഷൻ ഭയങ്കര അടിപൊളി ഹിൽ സ്റ്റേഷൻ പോലെ അടിപൊളി, നല്ല രസമുണ്ട്. ബിരിയാണി എപ്പോഴും ചൂടുണ്ട് കേട്ടാ. നീ അത് നോക്കിയാ അമ്മ ഇവിടെ കണ്ട തേയിലൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പുറത്ത്. ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കാം. എന്ത് സംഭവം? ചെറിയ കട ചോദിച്ചു നോക്കിയല്ലോ. അങ്ങോട്ടാണോ? ഒരു ചെറിയ ചായക്കടയൊക്കെ ഉള്ള ചെറിയൊരു ജംഗ്ഷൻ കേട്ടോ. ചോദിക്കണോ? നമുക്ക് പോയി നോക്കാം. നമ്മുടെ അമ്പനാട് വരുമ്പോൾ ഉള്ള ഒരു മെയിൻ വ്യൂ പോയിന്റ് ഉണ്ട്, ഒരു പാറയുടെ മുകളിൽ നിന്നിട്ടുള്ള. അപ്പൊ ആ വ്യൂ പോയിന്റിലോട്ടാണ് നമ്മളിപ്പോ പോകുന്നത്. അപ്പോ സംശയം വ്യൂ പോയിന്റിലേക്ക് അടുത്തോണ്ടിരിക്കുകയാണ്. അതെ, അങ്ങനെ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ നമ്മൾ വ്യൂ പോയിന്റ്. ഇതാണ് നമ്മുടെ മെയിൻ വ്യൂ പോയിന്റ് കേട്ടോ. ഇതാണ് അമ്പനാട് ഹിൽസിലെ മെയിൻ വ്യൂ പോയിന്റ്. എന്ത് തോന്നുന്നു? അടിപൊളി, സൂപ്പർ കേട്ടോ. ഇവിടെ ഒരു പാറയാണ് കേട്ടോ, നല്ല മഴയും പെയ്യുന്നുണ്ട്. ഒരുപാട് പേര് വരണുണ്ട് കേട്ടോ ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. അത് പൂട്ടി കിടക്കുകയാണ്. ടീ ഫാക്ടറി ആണോ പെണ്ണ? വലിയ ടീ ഫാക്ടറി. അതിപ്പോഴും വർക്കിംഗ് ആണെന്ന് തോന്നുന്നു കേട്ടോ ടീ ഫാക്ടറി. ക്ലോവ്സ് ഒക്കെയാണ് ഇവിടെ കൂടുതലായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ക്ലോവ് ഇവിടെ നിന്ന് പോരെന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതോ ഡോണ്ട് ക്രോസ് ദിസ് അല്ലേ? അടിപൊളി, സൂപ്പർ അല്ലേ? ഇവിടെ മാത്രമേ മഴയുള്ളൂ, അങ്ങോട്ട് മഴയില്ല. ഇവിടെ കണ്ട കോട്ട വെയിൽ ഇവിടെ. ഇത് ഈ ഒരു ടൈമിൽ തന്നെ പറഞ്ഞു, ഈ മഴയുള്ള ഈ സമയത്തെ. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവിടെ ഫുള്ള് വെയിലടിച്ച് നമുക്കൊരു സാധാരണ സ്ഥലം പോലെ ഫീൽ ചെയ്യും. പെട്ടെന്ന് ക്ലൈമറ്റ് പറഞ്ഞു. നമ്മുടെ ബിരിയാണി കൊണ്ടുവരികയാണ് ഗൈസ്. ബിരിയാണി പ്ലസ് വ്യൂ. സാലഡ്, പപ്പടം ആൻഡ് അച്ചാർ. നല്ല ഉഗ്രം. പ്ലേറ്റ് എടുക്കാൻ മറന്നു. പ്ലേറ്റ് എടുക്കാൻ മറന്നു. അച്ചാർ വേണ്ട. നമ്മുടെ നല്ല ബിരിയാണി. എങ്ങനെയുണ്ട്? അടിപൊളി ബിരിയാണി. സൂപ്പറാ, അടിപൊളി വ്യൂ. ജ്യൂസി പീസ് പ്ലസ് നല്ല അടിപൊളി ബിരിയാണി. ഓ, എങ്ങനെയുണ്ട്? സൂപ്പർ, അടിപൊളി. സൂപ്പർ അല്ലേ? എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? മുട്ട വിത്ത് വ്യൂ. അടിപൊളിയല്ലേ? അതിമനോഹരം. അപ്പം നമ്മൾ കഴിച്ച എല്ലാ സാധനങ്ങളും ഇത് കവറിലാക്കി നമ്മൾ തിരിച്ചു കൊണ്ട് വേണം. ഒന്നും ഇവിടെ ഇടരുത്. കുറേ ആൾക്കാർ ഇവിടെ കുറേ സാധനങ്ങളൊക്കെ ഇട്ട് വെറും മോശം. അടിപൊളി. ബൈ ബൈ അമ്പനാട് ഹിൽസ്. ബൈ ബൈ. മഴയും പെയ്തു തുടങ്ങി. നമുക്ക് എത്ര ഫ്യൂൽ ബാലൻസ് കാണിച്ചു നോക്ക്. ഫ്യൂൽ ബാലൻസ് ആണ് കോമഡി. എവിടെ എത്രയുണ്ട്? 28. ഓക്കെ, എത്തായിരിക്കും. നമുക്ക് ഏതെങ്കിലും മെയിൻ റോഡിൽ ചെന്ന് കയറിയാൽ മതി. ഓക്കെ, നല്ല മഴ. നല്ല അടിപൊളിയായിരുന്നു. നല്ല ബിരിയാണി ഉള്ളായിരുന്നു, വ്യൂ ഉള്ളായിരുന്നു. പിന്നെ ഇതൊരു പെർഫെക്റ്റ് ക്ലൈമറ്റ് ആണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമ്പനാട് ഹിൽസ് ഭയങ്കര ക്ലൈമറ്റ്, നിങ്ങൾ ഉദ്ദേശിക്കും പോലെ ഭയങ്കര ക്ലൈമറ്റ് ഒന്നുമല്ല. അതായത് ഭയങ്കര തണുപ്പോ അങ്ങനെയൊന്നുമല്ല. മഴ പെയ്യുമ്പോൾ കുറച്ച് തണുപ്പ് കാണും, അത്രേ ഉള്ളൂ. അല്ലാതെ നല്ല തണുത്ത കാറ്റുണ്ടായിരുന്നു. പക്ഷെ നമ്മളൊരു ഹിൽ സ്റ്റേഷൻ എക്സ്പെക്ട് ചെയ്യണ രീതിയിലുള്ള തണുപ്പൊന്നും എക്സ്പെക്ട് ചെയ്ത് വരരുതെന്നാണ്
ഗൈസ്. അപ്പോൾ നല്ല ചെറിയ തണുത്ത കാറ്റ് വീശുന്നുണ്ട്. അവിടെ മറ്റേ ആ മരയുടെ മണ്ടേ എന്തപ്പോ സൂപ്പർ ആയിരുന്നു കാറ്റ്. ഇതൊക്കെ ഈ അമ്പലം, ഈ ജംഗ്ഷൻ നമ്മൾ വന്നപ്പോൾ കണ്ട അമ്പലവും ജംഗ്ഷനൊക്കെയാണ്. ഇതിന്റെ അകത്തൂടെയൊക്കെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട് പോകാനൊക്കെ ആയിട്ട്. ഇതെന്ത് ഇവിടെ ഇവിടെ ചെറിയൊരു ചായക്കട പോലെ. അടിപൊളി അല്ലേ. വെയിറ്റിംഗ് ഷെഡ്, അരണ്ടൽ വെയിറ്റിംഗ് ഷെഡ്. ഗൈസ്, അപ്പോൾ ഇതാണ് അമ്പനാട് ഹിൽസിന്റെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഇനി പതുക്കെ വീട്ടിലോട്ട് പോവുകയാണ്, താഴോട്ട് ഇറങ്ങി പോവുകയാണ്. പെട്രോൾ കുറവാണ്, പെട്രോൾ അടിക്കണം എന്തായാലും. അപ്പോൾ എന്തായാലും നമുക്ക് പോവാം. നിങ്ങൾ പെട്രോൾ അടിച്ചിട്ടൊക്കെ വരാവൂ, അല്ലെങ്കിൽ ചില സമയത്ത് പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. ഇത് ഭാഗ്യത്തിന് 27 ഉണ്ട്, 27 കിലോമീറ്റർ പോവും, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരണമായിരിക്കും. ഇറ്റ്സ് മീ അൽസൺ സൈനിങ് ഓഫ്. ബൈ. ഈ തിരിച്ചു വന്നപ്പോൾ പശു ഇടഞ്ഞു നിൽക്കുന്നു. അങ്ങനെ അൽജിത ഇറങ്ങി. വാ അൽജി വാ. അങ്ങനെ അൽജി പറഞ്ഞ് പശു കേട്ടിരിക്കുകയാണ്. കണ്ടാ ഇത് കൊള്ളാല്ലേ, അഹങ്കാരി പശു.